ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദൻ കാരണം നമ്മുടെ ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഗീതുവിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കാൻ, ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള ആ ഒരു ആഗ്രഹവുമായിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ പെറ്റമ്മ, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പെറ്റമ്മയാവില്ലല്ലോ പോറ്റമ്മ, പ്രത്യേകിച്ച് രാധികയെ പോലൊരു മുതൽ. അങ്ങനെ നമ്മുടെ ഗീതുവിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ആ അമ്മ. എന്തായാലും ഗീതുവിനെ ഗോവിന്ദൻ വിളിച്ചാലേ ജീവിതത്തിലേക്ക് മടങ്ങി വരികയുള്ളൂ എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഒന്നും നോക്കിയില്ല, നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോവുക. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഗോവിന്ദൻ ഗീതുവിനെ വിളിക്കുക, താൻ വിളിച്ചാൽ ഗീതു എഴുന്നേൽക്കും, വിളിക്കെന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ ആകെ ഒരു മടിയും പേടി. ഇനി താൻ വിളിച്ചിട്ട് ഗീതു എഴുന്നേറ്റില്ലെങ്കിലോ, അത്രയ്ക്ക് ദേഷ്യം ഗീതുവിനുണ്ടല്ലോ, അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഗോവിന്ദൻ. എന്തായാലും നമ്മുടെ ഗോവിന്ദൻ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് എങ്ങനെയാണോ ഗോവിന്ദൻ ഗീതുവിനെ സ്നേഹിച്ചിരുന്നത്, അതുപോലെ ഗീതുവിനെ വിളിച്ചിരുന്നത്, അതേപോലെ ഗോവിന്ദൻ അങ്ങ് വിളിച്ചു. ഗീതു എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് കൈകളും എടുത്ത് പിടിച്ച് നെറുകയിൽ തലോടിക്കൊണ്ട് നമ്മുടെ ഗീതുവിനെ പേരെടുത്ത് വിളിച്ചു. അപ്പോഴും ഗോവിന്ദൻ്റെ ആ ഒരു വിളിക്ക് ഗീതു ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ പ്രതീക്ഷ കൈവിടണ്ട, വിളിക്കാൻ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഡോക്ടർ വീണ്ടും പറഞ്ഞു. ആ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഗീതു വീണ്ടും ഒരു ചെറിയ അനക്കം പോലെ. അപ്പോഴേക്കും അവിടെ ഭയങ്കര പ്രതീക്ഷയായി ഇവർക്ക്. ആ സമയത്ത് വീണ്ടും ഡോക്ടർ പറഞ്ഞു, വിളിക്കൂ ഗോവിന്ദൻ, വിളിക്കൂ, എടുത്തെടുത്ത് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറയുന്തോറും നമ്മുടെ ഗോവിന്ദൻ, ഗീതു നീ കണ്ണ് തുറന്ന് നോക്കിക്കേ, ഇത് ഞാനാ ഗോവിന്ദ, നീ കണ്ണ് തുറന്ന് നോക്കിക്കേ, നിൻ്റെ ഗോവിന്ദ് സാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിനോട് പറയൂ കേട്ടോ. എന്നിട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ സംസാരിച്ച് അങ്ങനെ ഇവരുടേതായ ഒരു സാമീപ്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു പതുക്കെ കണ്ണിങ്ങനെ തുറക്കാൻ തുടങ്ങി. ഗീതു അങ്ങനെ കണ്ണ് തുറന്ന് ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ വരുന്നു. ഇത് കണ്ടപ്പോഴേക്കും ഡോക്ടർക്കും ആകാംക്ഷ കൂടി, അതുപോലെ ഗോവിന്ദന് വിളിക്കാനുള്ള ഒരു ഇത് കൂടി. ഭയങ്കരമായിട്ട് എല്ലാവരും ഇങ്ങനെ വിളിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദനെ കൊണ്ട് വിളിപ്പിക്കാം. എന്നിട്ട് ഗീതുവിനോട്, നിൻ്റെ ഗോവിന്ദ് സാറാ ഞാൻ, നീ കണ്ണ് തുറക്കെന്ന് പറഞ്ഞു ഗീതുവിനോട് ഇങ്ങനെ പറഞ്ഞ് ഗീതുവിനെ കൊണ്ട് കണ്ണ് തുറപ്പിക്കുന്നു. അങ്ങനെ ഗീതു ഭയങ്കര പണിപ്പെട്ട്, ഭയങ്കര കഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം. ഗീതു ഇങ്ങനെ പതുക്കെ കണ്ണ് തുറന്നു. ഗീതു ഇങ്ങനെ കണ്ണ് തുറന്ന് നമ്മുടെ ഗോവിന്ദനെ ഇങ്ങനെ നോക്കും. അപ്പോൾ ഗോവിന്ദൻ്റെ ശബ്ദം കേൾക്കും തോറും ഗീതുവിൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗോവിന്ദൻ്റെ സാമീപ്യം ഗീതു തിരിച്ചറിയാൻ തുടങ്ങി. വിളിക്ക് ഗോവിന്ദ്, ഇനിയും തടസ്സം പിടിക്കണ്ട, വിളിക്ക് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗോവിന്ദ് വിളിച്ച് നമ്മുടെ ഗീതു ശരിക്കും പറഞ്ഞാൽ കണ്ണ് തുറന്ന ഗീതു ശ്വാസം എടുത്തുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് ഗോവിന്ദൻ ചെയ്ത ആ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ഗീതു കണ്ണ് തുറന്ന് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. പിന്നെ അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് ഡോക്ടർ സഹിതം വിധി എഴുതിയ ഒരാളായിരുന്നു ഗീതു. ആ ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിൽ ആ ഒരു വലിയ ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായ ഒരു സന്തോഷമായി തന്നെ നിൽക്കല്ലേ. അങ്ങനെ ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തോട് എങ്ങനെയാണ് ഇനി രാധികയൊക്കെ ആ ഒരു ഇതിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ രാധിക ഈ വിവരം അറിയണം. എന്തായാലും ഈ വിവരം ആദ്യം തന്നെ നമ്മുടെ ഗോവിന്ദൻ വിളിച്ചു പറയുന്നതോ അത് രാധികയോട് തന്നെയാണ്. കാരണം തൻ്റെ അമ്മ ഇപ്പോഴും ഒരു പുണ്യവതിയായ സ്ത്രീയായിട്ടാണ് നമ്മുടെ ഗോവിന്ദൻ കാണുന്നത്. രാധിക അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരാൾ പിന്നെയും ഗോവിന്ദൻ്റെ ലൈഫിലില്ല. അതേ രീതിയിലാണ് ഗോവിന്ദൻ ആ സ്ത്രീയെ കാണുന്നത്. എന്തായാലും ഈ വിവരം ഞാൻ വേഗം തന്നെ വീട്ടിലോട്ട് വിളിച്ച് പറയട്ടെ, എല്ലാവരും കാത്തിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഗീതുവിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറും നഴ്സുമാരൊക്കെ അവിടെ ഉണ്ട്. ഗോവിന്ദൻ വേഗം തന്നെ ഫോൺ എടുത്ത് അമ്മയെ വിളിക്കുക. അപ്പോൾ ഗീതുവിൻ്റെ മരണവാർത്ത കേൾക്കാനായിട്ട് അവിടെ കാതോർത്തിരിക്കുകയായിരുന്നു അമ്മയും അനിയനും കൂടെ ചേർന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തൊന്നും വെക്കാതെ ഈ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് ഗോവിന്ദൻ്റെ കോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഗോവിന്ദൻ്റെ കോൾ ചെന്നപ്പോൾ, അവൾ മരിച്ചു മോനെ, അവൾ മരിച്ചു, ആ വിവരം പറയാൻ വേണ്ടി വിളിക്കുന്നതാ, അവൾ മരിച്ചടാ എന്നും പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷത്തോടെ ഫോൺ എടുക്കും. നമ്മൾ ലൗഡ് സ്പീക്കറിൽ ഇടണേന്നൊക്കെ പറഞ്ഞു മകൻ. അങ്ങനെ അമ്മ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു, ലൗഡ് സ്പീക്കറിലൊക്കെ ഇട്ടു. അമ്മയും മോനും കൂടെ ഗീതുവിൻ്റെ മരണവാർത്ത കേൾക്കാനായിട്ട് ത്രില്ലടിച്ചിങ്ങനെ അവിടെ ഇരിക്കുന്നു. എന്തായാലും ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെറുതെ ആയിപ്പോയി, ഒരു കാര്യവും നടന്നതുമില്ല. എന്തായാലും നമ്മുടെ ഗോവിന്ദനോട്, എന്തായി മോനെ, ഗീതുവിൻ്റെ കാര്യം എന്തായി മോനെ എന്നും ചോദിച്ച് ഭയങ്കര വെപ്രാളം കയറി ചോദിക്കാം. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അമ്മയ്ക്ക് സന്തോഷിക്കാം, അമ്മയുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലമുണ്ടായി അമ്മേ. ഗീതു അപകടനില തരണം ചെയ്തു, ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, നീ എന്താ പറഞ്ഞേ, ഗീതുവിനപ്പോൾ ഒന്നും പറ്റിയില്ലേന്ന് ചോദിച്ചു. ഇല്ലമ്മ, ഗീതുവിനൊരു പോറൽ പോലും പറ്റിയില്ലെന്നും എല്ലാ അവസ്ഥകളിൽ നിന്നും ഗീതു തരണം ചെയ്തു വന്നു എന്നുള്ള കാര്യം പറയാം. എല്ലാം അമ്മയുടെ പ്രാർത്ഥനയുടേതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും
മകൻ അപ്പുറം നിന്ന് പല്ലിറുമാൻ തുടങ്ങി. അതായത് വരുൺ ഇപ്പുറം നിന്ന് രാധികയ്ക്ക് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഗോവിന്ദമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ എനിക്കിപ്പോഴാണ് മോനൊന്ന് ആശ്വാസമായത്, എനിക്കിപ്പോഴാണ് സമാധാനമായത്. എൻ്റെ ഗീതുവിന് ഒന്നും പറ്റിയില്ലല്ലോ. ഇനിയിപ്പോൾ എന്താണ് അവളുടെ കാര്യത്തിൽ ചെയ്യുന്നത്? അവളെ കിഷോറിന് തന്നെ നീ വിട്ടുകൊടുത്തിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ, അങ്ങനെ കിഷോറിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ ഗീതുവിനെ. കിഷോർ അവളെ ചതിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയാം. ഇത് കേട്ടപ്പോഴത്തേക്കും രാധികയുടെ തലയെ കൂടെ ഒരു കരണ്ട് അടിച്ച് പോകുന്ന പോലത്തെ അവസ്ഥയായിപ്പോയി. ഗീതുവിനെ ഇനി ആരും ഏറ്റെടുക്കാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പ്രതീക്ഷ. സുവർണ പറഞ്ഞത് അവൾ ഇനി ജീവനോടെ വരില്ലെന്നാണല്ലോ. ആ ഒരൊറ്റ പ്രതീക്ഷ മാത്രമേ ഇപ്പോഴും അമ്മയ്ക്കും മോനും നിലവിലുള്ളൂ. ആ പ്രതീക്ഷയും കൂടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. അങ്ങനെ ഗീതുവിന് ഈ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചതായ ദുരന്തങ്ങളെല്ലാം തുറന്നു പറയുവാണ് നമ്മുടെ ഗോവിന്ദൻ അമ്മയോട്. അപ്പം അമ്മയ്ക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും. അമ്മ ഇതൊക്കെ കേൾക്കും, അംഗീകരിക്കും. പിന്നെ അമ്മയുടെ മനസ്സ് ദയ നിറഞ്ഞ മനസ്സല്ലേ, ഗീതുവിനോട് ക്ഷമിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഗോവിന്ദൻ്റെ ഉള്ളിലിരിപ്പ്. ഗോവിന്ദൻ എന്നിട്ട് അമ്മയോട് പറയുകയും ചെയ്തു, അമ്മ ഇനി ഗീതുവിനോട് വെറുപ്പൊന്നും കാണിക്കരുത്, ഗീതുവിനോട് അമ്മ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകളൊക്കെ അങ്ങ് ഇറക്കി. നീ എന്താടാ കണ്ണ ഈ പറയുന്നേ? നിന്റെ വർത്തമാനം കേട്ടാൽ തോന്നുമല്ലോ ഞാനായിട്ട് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാണെന്ന്. ഒരിക്കലും ഞാനായിട്ട് ഇറക്കി വിട്ടതല്ലെന്ന് നിനക്കറിയാമല്ലോ. അവൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിന്റെ പെണ്ണായിട്ടാണ് ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. ആ ഒരു ഇത് എനിക്കെന്നും ഉണ്ടാവില്ലേടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹപ്രകടനം. അപ്പോൾ അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അമ്മയോട് പറയാം, ഞാനിപ്പോൾ ഗീതുവിൻ്റെ അടുത്താണുള്ളതെന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നാശം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ അവിടെ കിടന്നു അലമുറയിടുക. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നും ചോദിച്ചുകൊണ്ട്. അവൾ ഇനി ഈ ജന്മത്ത് മരിക്കാൻ പോകുന്നില്ല. അവൾ ഇവിടുത്തെ സമാധാനം മുഴുവൻ കളയാൻ വേണ്ടി നടക്കുന്നവളാണ്. ആ സുവർണ എന്ന് പറയുന്നവളെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് അവളുടെ ഭാഗത്തെ തെറ്റല്ലല്ലോ. സുവർണ അവളുടെ ജോലി ഗംഭീരമായി പൂർത്തിയാക്കി. പക്ഷേ വിധി അതല്ലേ മാറി മറിഞ്ഞത്. അതിനിപ്പോൾ സുവർണയെ വഴക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം അവൾ ഒറ്റയൊരുത്തി ഇതിനൊക്കെ കാരണമെന്നും പറഞ്ഞുകൊണ്ട് വരുൺ നേരെ മറുകണ്ടം ചാടി. അങ്ങനെ എന്തായാലും കണ്ണ് തുറന്ന് ജീവിതത്തിലേക്ക് വന്ന നമ്മുടെ ഗീതു ആദ്യം പേരെടുത്ത് വിളിക്കുന്നത് ഗോവിന്ദ് സാർ എന്നാണ്. ഗോവിന്ദ് സാർ എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ഗോവിന്ദൻ ഇങ്ങനെ ഓടി കതച്ച് അവിടെ ചെല്ലുക. കാരണം ഡോക്ടർ പറഞ്ഞു വേഗം ചെല്ലാനായിട്ട്. ഓടി കതച്ച് നമ്മുടെ ഗോവിന്ദൻ ചെല്ലുമ്പോൾ ഗീതു ഇങ്ങനെ ഗോവിന്ദനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഈ കണ്ണ് തുറന്ന ഗീതുവിനെ കാണാനായിട്ട് സ്വന്തം വിജയലക്ഷ്മി അമ്മയ്ക്കൊരാഗ്രഹം. അങ്ങനെ നമ്മുടെ അമ്മ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അങ്ങനെ ഈ ഗീതുവിനെ കാണാനായിട്ട്. അപ്പോൾ ആ അമ്മ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് ഗോവിന്ദൻ അവിടെ ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ ഗോവിന്ദൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്നും അവർക്കറിയാം. ഇതിനെയൊക്കെ തരണം ചെയ്യണം. ഇതൊക്കെ മറികടന്ന് വേണം ഗീതുവിനെ കാണാൻ. എന്ത് സംഭവിച്ചാലും ഗീതുവിനെ കണ്ടിട്ടേ ഇന്ന് പോവുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ അവരും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഇനിയിപ്പോൾ കഥയുടെ ഗതി തന്നെ മാറ്റി മറിച്ചുകൊണ്ട് പുത്തൻ തലങ്ങളിലേക്ക് നമ്മുടെ കഥ പോയിക്കൊണ്ടിരിക്കുക. ആരും മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.